ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വീട്ടിൽ പ്രയാസപ്പെട്ട് ചെയ്യുന്ന പല ജോലികളും നമുക്ക് ഈസി ആയിട്ട് ചെയ്തു തീർക്കാനായിട്ട് പറ്റും. അതിനായിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുകളും ട്രിക്കുകളും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ഫസ്റ്റ് ടിപ്സ് ഒന്ന് നോക്കാം. ഞാൻ 2 സ്റ്റിക്ക് ഒരേ സൈസിലുള്ളതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നീളവും വീതിയൊക്കെ ഒരേപോലെയാണ്. എന്നിട്ട് അത് രണ്ടും ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇതിൻ്റെ അതേ സൈസിലുള്ള വീതിയുള്ള വേറെ സ്റ്റിക്കിന് ചെറിയൊരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞ് പീസാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം കറക്റ്റായിട്ട് വെക്കണുണ്ടെന്ന് റബ്ബർ ബാൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാത്ത രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ക്ലിപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നമ്മൾ തുണികളെല്ലാം അലക്കിയതിന് ശേഷം നമ്മൾ തോർത്തിടുന്ന സമയത്ത് ഇതുപോലെ നമുക്കിത് ക്ലിപ്പ് ചെയ്ത് കൊടുത്താൽ തുണി പറന്ന് പോകാതിരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മളൊരു കടയിൽ നിന്ന് ക്ലിപ്പ് വാങ്ങുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പൈസ ചിലവാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മൾ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ. തുണികൾ മാത്രമല്ല, നമുക്ക് പേപ്പറുകളിലും ഇതേപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടിപ്സ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കണേ. അടുത്ത എന്താണെന്ന് നോക്കാം. നമ്മൾ കർക്കിടക മാസത്തിൽ പൊതുവേ പലതരത്തിലുള്ള മരുന്നുകൾ നമ്മൾ കഴിക്കാറുണ്ട്. എന്നാൽ നമ്മൾ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ കഴിക്കാവുന്ന, പ്രത്യേകിച്ച് ടീനേജേഴ്സിന് കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നല്ലൊരു ലേഹ്യമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പൊതുവേ നമ്മൾ ഗേൾസിനൊക്കെ ആ ഒരു ടൈമിന് ഉണ്ടാക്കി കൊടുക്കും. ഹോർമോണിൻ്റെ ചേഞ്ചൊക്കെ ആ ടൈമിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. എന്നാൽ ബോയ്സിനും ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കണം. അവർക്കും ഒരു ഹോർമോണിൻ്റെ ചേഞ്ച് ഉണ്ടാകുന്ന ഒരു കാലയളവ് തന്നെയാണ് ടീനേജ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കും കൂടി കഴിക്കാവുന്ന തരത്തിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിനായിട്ട് കുറച്ച് ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ കൂടെ ഇനി നമുക്ക് കുറച്ച് ഡേറ്റ്സും കൂടി ചേർത്തി കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഏത് പ്രായക്കാർക്കും കഴിക്കാവുന്ന, എല്ലാവരുടെയും നമ്മുടെ രക്തശുദ്ധി വരുത്തുന്നതിനും നമ്മൾക്ക് എല്ലുകൾക്കും നമ്മുടെ സ്കിന്നിനും നമ്മുടെ തലമുടിക്കൊക്കെ ബെനിഫിറ്റുള്ള കാര്യങ്ങളാണ് നമ്മളിത് ചേർത്തുന്നത്. ഒരു തരത്തിലും നമ്മൾ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളിയും ഡേറ്റ്സ് ഞാൻ കുരു ഇല്ലാത്ത ഡേറ്റ്സാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കുരു ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ കുരുവൊക്കെ ഒന്ന് നീക്കം ചെയ്തതിന് ശേഷം നമ്മളിത് എടുക്കാം. ഈ ഒരു ലേഹ്യം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ്. നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കാനും ഈ ഒരു ലേഹ്യം ഹെൽപ്പ് ചെയ്യും കേട്ടോ. എന്നിട്ടിത് നമുക്കൊന്ന് വേവിച്ചെടുക്കുന്നതിന് വേണ്ടി കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് ഞാൻ ഡേറ്റ്സും അതേപോലെ തന്നെ ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വേവിക്കുന്നതിന് ഞാൻ വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കുന്നുള്ളൂ കേട്ടോ. നമ്മളിതിലേക്ക് മധുരം ഒന്നും ചേർത്തുന്നില്ല. ഡേറ്റ്സിന് നമുക്ക് നല്ല രീതിയിൽ മധുരം കിട്ടുന്നതാണ്. അപ്പോൾ ഷുഗറുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാനൊന്ന് വേവിക്കുന്നതിൻ്റെ ഇത് നമ്മൾ വേവിക്കുന്ന സമയത്ത് ഞാൻ 2 കാര്യങ്ങൾ ചേർത്താനായിട്ട് വിട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു വിസിലടിച്ചതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത്. ഒരു വിസിലടിച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ എയറെല്ലാം പോയതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യം കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉലുവ. അത് ഞാൻ നേരത്തെ ചേർത്താനായിട്ട് മറന്നു പോയതാണ്. അപ്പോൾ 2 ടീസ്പൂൺ അളവിൽ ഉലുവ ഉണ്ട് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നമ്മൾ ഇനി ഇത് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കണം. ചെറുതായിട്ട് ഒന്ന് വെന്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാനൊരു 5 വിസിൽ വരുന്ന വരെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. സ്പൂൺ വെച്ച് നമ്മളൊന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുന്നുണ്ട്. ഞാനത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. സ്പൂൺ വെച്ച് ഉടച്ചെടുത്തതാണ്. ഇനി പക്ഷേ എന്നാലും അതിൻ്റെ തരിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡേറ്റ്സും അതേപോലെ തന്നെ ചെറിയ ഉള്ളി, ഉലുവ ഇതൊക്കെ ഇപ്പം തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. നല്ല അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി നമുക്ക് ഇനിയും ഇതിനൊന്ന് നല്ലതുപോലെ ഒന്ന് പ്രോട്ടീൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്താട്ടോ. ഞാൻ അതിനായിട്ട് ആദ്യം കുറച്ച് കാഷ്നട്ട് കുതിർത്തി വെച്ചതാണ്. നന്നായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ച് എടുത്തതാണ്. അത് കുറച്ചിടുന്നുണ്ട്. അതൊക്കെ നമ്മളെ കയ്യിൽ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഇനി ഞാൻ അതേപോലെ തന്നെ ബദാമും നല്ലതുപോലെ ഒന്ന് കുതിർത്ത് അതിൻ്റെ തോലിയെല്ലാം നീക്കം ചെയ്തതാണ്. അതും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിലക്കടലൊക്കെ ചേർത്താം. നിലക്കടല കുട്ടികൾക്ക് വെറുതെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അത് കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാനത് എടുത്തില്ല. ബദാമും കാഷ്നട്ടും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് എല്ലാം ഒന്ന് നന്നായിട്ട് ഒരല്പം പോലും ഞാൻ വെള്ളം ചേർത്തുന്നില്ല കേട്ടോ. ഇതിൽ തന്നെ ഓൾറെഡി അത്യാവശ്യം ഈർപ്പുള്ളതുകൊണ്ട് നമുക്കതിൻ്റെ ആവശ്യമില്ല. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരച്ചെടുത്ത് ഈ ഒരു മിക്സ് കണ്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ കഴിക്കാൻ തന്നെ നന്നായിട്ടുണ്ട്. ഇത് പ്രസവരക്ഷയ്ക്കൊക്കെ ചെയ്യുന്ന അതേപോലത്തെ ലേഹ്യമല്ല കേട്ടോ.
അതിലൊക്കെ ഒരുപാട് മരുന്നുകൾ ചേർത്തുന്നതാണ്. നമ്മൾ അത്തരം മരുന്നുകളൊന്നും ചേർത്തുന്നില്ല. കുട്ടികൾക്കൊക്കെ ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലേഹ്യമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ നമ്മളിതിലേക്ക് ചേർത്തുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും അരച്ചെടുത്തത് കൂടാതെ ഒന്ന് പൊടിച്ചെടുക്കേണ്ട ഇൻഗ്രീഡിയൻസ് കൂടിയുണ്ട്. അത് നമ്മളെ വീട്ടിലെ എല്ലാ വീടുകളിലുള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. കുറച്ച് എള്ളാണ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയായി കല്ലെല്ലാം നീക്കം ചെയ്തെടുത്താണ്. അപ്പോൾ എള്ളിൻ്റെ ഗുണം എല്ലാവർക്കും അറിയാവുന്ന നല്ല കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ എന്തായാലും ഇത് ഒഴിവാക്കരുത് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ കാൽഷ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാനൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഈ എള്ളൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ഒരല്പം വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ ആ വെള്ളം വറ്റി വന്നു കഴിഞ്ഞാൽ ഈ ഒരു എള്ളൊന്ന് നന്നായിട്ട് പൊരിഞ്ഞ് വരുന്നതാണ്. എള്ള് നന്നായിട്ടൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇനി നമുക്കതൊന്ന് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ ഒരു ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു സ്പൂണ് ജീരകം കൂടി വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ജീരകം നന്നായിട്ടൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ അതൊന്ന് നമുക്കൊന്ന് മാറ്റാം. അതൊന്ന് മാറ്റിയതിന് ശേഷം ഞാൻ എടുത്തിരിക്കുന്നത് അയമോദകമാണ് കേട്ടോ. അതും ഒരു സ്പൂൺ അളവ് എടുത്തിട്ടുണ്ട്. അയമോദകം നന്നായിട്ട് നമ്മൾ മറ്റെല്ലാം വറുത്ത പോലെ തന്നെ നന്നായിട്ട് വറുത്തെടുക്കുക. അതും ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഈ ഒരു 3 സാധനങ്ങളാണ് കേട്ടോ നമ്മളിപ്പോൾ പൊടിച്ച് ചേർത്തുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുത്തുള്ള ഈ ഒരു മിക്സ് നമ്മൾ ഡേറ്റ്സ് എല്ലാം അരച്ചതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റവ് കത്തിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കുകയാണ് കേട്ടോ. ഞാനപ്പോൾ ഏകദേശം ഒന്ന് ചൂടായി വന്നതിന് ശേഷം അല്പം നെയ്യ് ഒഴിക്കുന്നില്ല, നല്ലെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത്. നല്ലെണ്ണ ഒഴിക്കുകയായിരിക്കും ശരീരത്തിന് ഏറ്റവും നല്ലത്. നമ്മുടെ ശരീരത്തിനുള്ള ചൂടിനൊക്കെ ബാലൻസ് ചെയ്യാൻ നല്ലെണ്ണ ഹെൽപ്പ് ചെയ്യും. അപ്പം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ് കഴിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിക്കുക. പക്ഷേ കുട്ടികൾക്ക് കൂടെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ നെയ്യ് ചേർത്താത്തത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കുക. എണ്ണയെല്ലാം ഏകദേശം തെളിഞ്ഞ് വരുന്നൊരു സ്റ്റേജ് വരുന്ന വരെ വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല, കുറച്ച് മാത്രമേ എണ്ണ ഉപയോഗിച്ചിട്ടുള്ളൂ. അതും ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ശരീരത്തിൻ്റെ നല്ലതാണ് നല്ലെണ്ണ. അപ്പം നമ്മൾ ടീനേജേഴ്സ് ആയിട്ടുള്ള ഗേൾസിന് മാത്രമല്ല ബോയ്സിനും കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും ഹോർമോണിൻ്റെ ചേഞ്ച് നടക്കുന്ന സമയമാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ആവാനും നമുക്ക് രക്തയോട്ടം കൂട്ടാനും മുടി വളർച്ച കൂട്ടാനും സ്കിന്ന് ബ്രൈറ്റൻ ആവാനും രോഗപ്രതിരോധ ശേഷിക്കും എല്ലാം ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ ഒരു ബോട്ടിലാക്കിയിട്ട് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസം കേടുകൂടാണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്തിന് നന്നായിട്ട് അതിൽ നിന്ന് എണ്ണ നമ്മളിത് ഇപ്പോൾ കണ്ടോ ഇങ്ങനെ കൈ വെച്ച തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇത് മാറ്റാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു പാകം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പിടിച്ച് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് പാകമെന്ന് മനസ്സിലാക്കാം. എന്നിട്ട് നമുക്കിതൊരു ബോട്ടിലാക്കിയിട്ട് സൂക്ഷിക്കാം കേട്ടോ. കുട്ടികൾക്ക് രാവിലെയും വൈകിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കർക്കിടക മാസത്തിൽ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മിക്സി ജാർ എടുക്കുന്നുണ്ട്. ആ മിക്സി ജാറിലേക്ക് ഒരല്പം വെളുത്തുള്ളി തൊലിയെല്ലാം നീക്കം ചെയ്തതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതാക്കി മുറിച്ചതാണ് കേട്ടോ. അതിലേക്ക് പെരിഞ്ചീരകം ചേർത്തുന്നുണ്ട്. പെരിഞ്ചീരകം എല്ലാവരും പൊതുവേ ചേർത്തുന്നതാണ്. ഒരു 1/4 ടീസ്പൂൺ ഒരു 1/2 ടീസ്പൂണോളം അളവിൽ പെരിഞ്ചീരകം ചേർത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി പിന്നെ കുരുമുളക് കൂടി ചേർത്തുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് ഒരു സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുരുമുളക്. ഇത്രയും ഇട്ടതിന് കൂടാതെ നമ്മൾ ഇനി ഇതിലേക്ക് നമ്മൾ പുളിവെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. സാധാരണ ആരും പുളിവെള്ളം ഒഴിക്കാറില്ല. പക്ഷേ പുളിവെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾ മീനിൻ്റെ മസാല എല്ലാം കൂട്ടിയിട്ട് വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ പുളിവെള്ളം ചേർത്തതിൻ്റെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു മിക്സ് നമ്മൾ മസാല ഫിഷിലേക്ക് നമ്മൾ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. മസാല എല്ലാം തേച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് സമയം അത് പിടിക്കാനും കൂടി ഒന്ന് മാറ്റി വെച്ചിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഈസി ആയിട്ട് നമ്മൾ പുളി ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കുന്നൊക്കെ പറയും. ഒരു ഒട്ടിപ്പിടിക്കലും ഉണ്ടാവില്ല. നമുക്ക് ഈസി ആയിട്ട് ഇതെല്ലാം മറിച്ചിട്ടും തിരിച്ചിട്ടും നമുക്കിതൊന്ന് നല്ലപോലെ വറുത്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഫിഷ് ഫ്രൈ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മളെ വീട്ടിലുള്ള ബെഡോ അല്ലെങ്കിൽ സോഫയോ എന്തോ ആയിക്കോട്ടെ അഴുക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കുട്ടികളുടെ വീടാണെന്ന് വെച്ചാൽ എന്തായാലും നിങ്ങളിത് ചെയ്യണം കേട്ടോ. ആദ്യം ഡെറ്റോൾ എടുക്കുന്നുണ്ട്. ഡെറ്റോൾ ഒരു മൂടി എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
ചെറിയ കുട്ടികളുടെ വീടാണെന്ന് വെച്ചാൽ എന്തായാലും അവർ അറിയാണ്ടൊക്കെ മൂത്രം ഒഴിച്ച് പോകാറുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡെറ്റോൾ ആദ്യം യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഡെറ്റോൾ മിക്സ് ചെയ്തതിന് ശേഷം ഒരു ചിരട്ട എടുത്തിട്ട് ഇതുപോലെ ഒരു കോട്ടൻ്റെ ടവലിലേക്ക് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിരട്ട ഉള്ളിൽ വെച്ച് കോട്ടൺ ടവൽ കൊണ്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ നമ്മളൊന്ന് തുണിയൊന്ന് കൂട്ടി പിടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടില്ലേ, മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ ഡെറ്റോൾ, ആ ഡെറ്റോളിലേക്ക് ഇതുപോലെ ഒന്ന് മുക്കി കൊടുക്കാം. അഴുക്കായിട്ടുള്ള ബെഡോ അല്ലെങ്കിൽ സോഫയോ ആ ഭാഗത്ത് അഴുക്കുള്ള ഭാഗത്ത് കൂടുതലായിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുക. ചെറിയ കുട്ടികളുടെ വീടാണെന്നുണ്ടെങ്കിൽ അവരുടെ ബെഡിൽ എന്തായാലും യൂറിൻ പാസ് ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഭാഗത്ത് നന്നായിട്ട് ഡെറ്റോളിൻ്റെ ഒരു ഇത് നന്നായിട്ട് തേച്ച് കൊടുക്കട്ടോ. ബാഡ് സ്മെല്ല് പോകാനും ബാക്ടീരിയ ഒഴിവാക്കാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം ആ ഭാഗത്ത് നമ്മൾ ടാൽക്കം പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്ത് വെക്കുക. ഒരു 5 മിനിറ്റ് നമ്മൾ അതുപോലെ ഇതാക്കിയതിന് ശേഷം തുണി അലക്കുന്ന സമയത്ത് തുണിക്ക് നല്ല സ്മെല്ലുണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ കംഫർട്ട് യൂസ് ചെയ്യാറില്ലേ, അതുപോലത്തെ ഒരു ലിക്വിഡ് എടുക്കുന്നുണ്ട്. നല്ലൊരു സ്മെല്ലുള്ളതാണ്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ചിരട്ട ഒരു ടവലിൽ പൊതിഞ്ഞ് വെച്ചില്ലേ, അത് ഇതുപോലെ എടുത്തിട്ട് എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് ഒന്ന് മുക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ സോഫയിൽ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തില്ലേ പൗഡർ, ആ ഭാഗത്ത് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. പൗഡറിൻ്റെ ആ ഡസ്റ്റും പോകുന്നതാണ്, ആ സ്മെല്ലൊക്കെ നല്ലതുപോലെ ഫ്രഷായിട്ട് കിട്ടും കേട്ടോ. നല്ലതുപോലെ ക്ലീൻ ആവുന്നതാണ്. പൊടി ഉണ്ടെങ്കിൽ അതൊക്കെ പോവും, അഴുക്കും എല്ലാം പോകുന്നതാണ്, നന്നായിട്ട് ക്ലീനായി കിട്ടുന്നതാണ്. അപ്പോൾ സോഫ ആയാലും ശരി ബെഡായാലും ശരി ഇതുപോലെ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ മഴക്കാലമൊക്കെ ആയത് കാരണം നമുക്ക് വെയിലത്തിട്ട് ഉണക്കാനുള്ളൊരു സൗകര്യമൊന്നുമില്ല. അപ്പോൾ ഈ ചിരട്ട വെച്ചിട്ടുള്ള ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ചിരട്ട ഉപയോഗിച്ചിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യട്ടോ. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.